നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ്റെയും കേസുകൾ നമ്മൾ നോക്കിയായിരുന്നു. അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ്റെ കേസിലാണ്. അപ്പോൾ 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A = 1/3, B = 2/3, C = 4/3 എന്ന്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C = A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യണം. A divided by B divided by C is equal to A എത്രയാണ് 1/3 അല്ലേ, ഡിവൈഡഡ് ബൈ B എത്രയാണ് 2/3 ഡിവൈഡഡ് ബൈ C എത്രയാണ് 4/3 അല്ലേ, ഇസ് ഈക്വൽ ടു 1/3 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമ്മൾ ആദ്യം ചെയ്യുന്നു. ഇപ്പോൾ 2/3 ഇവിടെ ഡിവിഷനാണ്, ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, അതായത് 3/4 ആകുന്നു അല്ലേ, ഇസ് ഈക്വൽ ടു 1/3 ഡിവൈഡഡ് ബൈ ഇവിടെ 3യും 3യും നമുക്ക് കട്ട് ചെയ്യാം അല്ലേ, 2ഉം 4ഉം കട്ട് ചെയ്യാം, എത്ര വരും 2 വരും അല്ലേ, ബാക്കി 1/2 ഉണ്ട്. ഇസ് ഈക്വൽ ടു ഇവിടെയും ഡിവിഷനാണ്, ഡിവിഷൻ മാറി എന്താകാം മൾട്ടിപ്ലിക്കേഷൻ ആകാം. ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം, അതായത് 2/1 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 അല്ലേ, 1ഉം 1ഉം കട്ട് ചെയ്ത് കളയാം, 2/3 എന്ന് വന്നു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പാർട്ടാണ്. A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ചെയ്ത് നോക്കാം. A എത്രയാണ് 1/3 ഡിവൈഡഡ് ബൈ B എത്രയാണ് 2/3 ഡിവൈഡഡ് ബൈ C എത്രയാണ് 4/3 അല്ലേ, ഇസ് ഈക്വൽ ടു 1/3. ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ 1/3 ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, അതായത് 3/2 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ 4/3 അല്ലേ, ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് 3യും കട്ട് ചെയ്യാമല്ലോ, ബാക്കി 1/2 ഉണ്ട്, ഡിവൈഡഡ് ബൈ 4/3 എന്നും വന്നു. 1/2 ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, ഈ നമ്പറിൻ്റെ റെസിപ്രോക്കൽ, അതായത് 3/4 അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് 1 × 3 എത്ര വരും 3, 2 4s 8 എന്നും വന്നു. അപ്പോൾ 3/8 എന്നാണ് വന്നത്. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ എത്ര വന്നു 2/3, ഇപ്പോൾ ചെയ്തപ്പോൾ 3/8 അല്ലേ. ഇപ്പോൾ 2/3 നോട്ട് ഈക്വൽ ടു 3/8 ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം therefore A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C നോട്ട് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. therefore ഡിവിഷൻ ഈസ് നോട്ട് associative for rational numbers. ഒന്നും കൂടി പറയാം. 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A = 1/3, B = 2/3, C = 4/3 എന്നല്ലേ. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C = A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബി C ആണോ എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് എടുത്തു. ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടിയ ആൻസർ, ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് 2/3 ആണല്ലേ. രണ്ടാമത് A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ചെയ്യണം. ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയായിരുന്നു 3/8 ആണല്ലേ. രണ്ടും നോട്ട് ഈക്വൽ ആണ്. 2/3 നോട്ട് ഈക്വൽ ടു 3/8 ആണ്. അതായത് A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C നോട്ട് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ആണല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. മനസ്സിലായോ?